സുഹൃത്തുക്കളും എൻ്റെ യൂട്യൂബ് ചാനലായ മീഡിയ ടി വി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കിഡിലിനൊരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ വീഡിയോ ബിറ്റ്കോയിനെ കുറിച്ചുള്ളതാണ്. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു ബിറ്റ്കോയിനെ കുറിച്ച്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിനകത്ത് കയറി നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോസിനകത്ത് നമ്മൾ നേരത്തെ തന്നെ ബിറ്റ്കോയിൻ എന്താണെന്നും ബിറ്റ്കോയിനെ അതിൻ്റെ ബിഗിന്നിങ് ലെവൽ തൊട്ട് തന്നെ നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ബിറ്റ്കോയിൻ്റെ വാളറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വാളറ്റ് ഏതാണെന്ന് വെച്ചാൽ കോയിൻ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു വാളറ്റ് ഉണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനകത്ത് നമ്മൾ ബിറ്റ്കോയിൻ എങ്ങനെ നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കാമെന്നും അല്ലെങ്കിൽ പേടിഎം മുഖേന എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാമെന്നും അല്ലെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ എങ്ങനെ പേടിഎമ്മിന് തുകയാക്കാമെന്നും അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ എങ്ങനെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള എല്ലാ വീഡിയോസും നമ്മൾ നേരത്തെ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമേ ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയ രൂപയും എനിക്ക് കിട്ടിയ വരുമാനം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് വെറും 0.02 BTC ആണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് വിത്തൗട്ട് റിഫറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക്കാണ്, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഈ വിഡ്രോവലും പിന്നാണെങ്കിൽ ഡൊണേഷനും അപ്ഗ്രേഡേഷനും എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കിട്ടില്ല സാധനമാണിത്. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൂഫാണിത്. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോവലായിട്ട് കിട്ടിയ തുകയുടെ പ്രൂഫാണ്. എനിക്കിപ്പോൾ ടോട്ടൽ 0.041 BTC. ഓക്കെ, 0.041 BTC. സത്യം പറഞ്ഞാൽ ഇത് ബൈ ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ ഏതാണ്ട് 8,000 രൂപയോളം വരും. ഓക്കെ, ഈ 0.041 BTC. ചുരുക്കം പറയുകയാണെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ജൂൺ അവസാനം ആകുമ്പോഴത്തേന് ഈ 0.041 BTC എന്നുള്ളത് 10,000 രൂപയോളം. അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആകുമ്പോഴത്തേന് ഇത് 20,000 രൂപയോളം. കാരണം എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡാഷ്ബോർഡിൽ ചെന്ന് കാണിച്ചു തരുവാണ് ഞാൻ. ഇതാണ് എൻ്റെ യൂസർ നെയിം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഓട്ടോമാറ്റഡ് അപ്ലൈൻ. അതായത് ഞാൻ ഒരാളുടെ റിഫർ ലിങ്ക് ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്തത്. ബട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന മറ്റൊരാൾക്കായിരിക്കും. കാരണം ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് 11 റിഫറിലുണ്ട് കേട്ടോ. ബട്ട് ആദ്യം വന്ന 3 പേര് മാത്രമേ ഉള്ളൂ എൻ്റെ അണ്ടറിൽ കറക്റ്റായിട്ട് വന്നത്. ബാക്കിയുള്ളവരെല്ലാം മറ്റാരുടെയോ അണ്ടറിലാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ റിഫർ ചെയ്യാത്ത ആരുടെയോ അണ്ടറിലാണ് അവരിപ്പം. ഓക്കെ, അപ്പം ഇതിനകത്ത് അങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നത് ഞാൻ കാണിച്ചു തരാം. കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം. എൻ്റെ കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റിനകത്ത് വന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനതിനൊക്കെ ലോഗിൻ ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് പിന്നെ റിഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല കിടിലിന് ഏർണിങ് കിട്ടും. അതായത് നിങ്ങൾ റിഫറിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചേർക്കുന്ന ഓരോ റിഫറിലും നിങ്ങൾക്ക് 0.007 BTC വെച്ച് കിട്ടും. 0.007 BTC വെച്ച് കിട്ടും. കണ്ടില്ല, എനിക്ക് $103 എൻ്റെ ബാലൻസ് അടക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് അതിൽ നിന്ന് കിട്ടിയതാണ്. അതായത് നിങ്ങളിപ്പം 3 പേരെ ഇതിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് 3 പേരെ റിഫറിലായിട്ട് കിട്ടും. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾ റിഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ റിഫർ ചെയ്യുന്ന 3 പേര് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അണ്ടറിൽ വരികയും അവരുടെ ഓരോരുത്തരെയും കയ്യിൽ നിങ്ങൾക്ക് 0.02 BTC വെച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിലവിൽ എനിക്കിപ്പോൾ കിട്ടിയതിൻ്റെ ഇന്ത്യൻ രൂപ 6,800 രൂപയാണ്, 6,831 രൂപയാണ്. ബട്ട് ഞാനത് ബാങ്കിലേക്ക് വരുമ്പോൾ അതിലേക്കുള്ള ഒരുപാട് രൂപയാണ്. കാരണം ഈ മറ്റൊരു ആപ്ലിക്കേഷൻ സഹായത്തോടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. ഇതിൻ്റെ രജിസ്ട്രേഷൻ വളരെ എളുപ്പമാണ്. ഓക്കെ, വളരെ എളുപ്പമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്. ആദ്യമേ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ കൂടി കയറി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അഥവാ ബിറ്റ്കോയിൻ ഇല്ല എങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബിറ്റ്കോയിൻ ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ബിറ്റ്കോയിൻ തരുന്നതായിരിക്കും. ബട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇതെന്താണ് അതെന്താണ് ബിറ്റ്കോയിൻ എന്താണ് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഒന്നാമതേ ഒരുപാട് പേര് നേരത്തെ ഉള്ള ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ട് ഒരുപാട് ബിസി ആയിട്ടുള്ള ഞാൻ ആ ഇടയ്ക്കാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾ ഉടനെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിൽ ടൈം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ 258 മെമ്പേഴ്സ് ജോയിൻ ആയി കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങളിപ്പം 300ാമത്തെ ആളായിട്ട് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അഥവാ റിഫർ ചെയ്തില്ല എങ്കിൽ ഇതിനകത്ത് ടോട്ടൽ മെമ്പേഴ്സ് 900 മെമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക, അതായത് 0.02 BTC, അതായത് 4,000 രൂപ മൂല്യമുള്ള BTC കിട്ടുകയും ചെയ്യും ഇതിനകത്ത്. അതായത് ആ 900 മെമ്പേഴ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഓട്ടോമാറ്റിക്കായിട്ട് 3 റിഫറിൽ കിട്ടുകയും 0.02 BTC വെച്ച് അവർ തരികയും 0.04 BTC അപ്ഗ്രേഡ് ആയിട്ട് ബാക്കിയുള്ള 0.02 BTC നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന വാളറ്റിലേക്ക്, ആ വാളറ്റ് അഡ്രസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിഡ്രോവൽ ചെയ്യാതെ തന്നെ അതിലേക്ക് റിസീവ് ആവുകയും ചെയ്യും.
ഓക്കെ. അപ്പോൾ ഇതുവരെ ടോട്ടൽ 2.48 BTC ആണ് ഇവർ വിഡ്രോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ മോണിമേറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കുറിച്ച് ഒരുപാട് പേരൊന്നും വീഡിയോ തയ്യാറാക്കിയിട്ടില്ല. ആകെ 2, 3, 4 പേര്, കുറേയധികം പേര്, അതിൽ പോപ്പുലറായിട്ട് 2, 3, 4 പേരേ ഉള്ളൂ വീഡിയോസ് തയ്യാറാക്കിയത്. അതായത് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആദ്യത്തെ അംഗമാവുകയും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ അപ്ഗ്രേഡേഷൻ നടക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ മെമ്പേഴ്സാണ്. പുതിയ മെമ്പേഴ്സ് വരുന്നത് നിങ്ങളുടെ അണ്ടറിലേക്കായിരിക്കും. സോ അതായത് ഇനി ചിലപ്പം അടുത്ത ആഴ്ചയിലൊക്കെ വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാക്കാം. ചിലപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഇതുപോലുള്ള മറ്റു ഭാഷകളിലൊക്കെ വീഡിയോസ് വരുമ്പോൾ എന്ത് സംഭവിക്കുക, കൂടുതൽ ജോയിൻസ് ഇതിലേക്ക് വരികയും ചെയ്യും. കൂടുതൽ ജോയിൻസ് വരുമ്പോൾ അതായത് ഒരാൾക്ക് എന്തായാലും 3 പേരെ കൂടുതൽ അയാളുടെ ഡയറക്റ്റ് മെട്രിക്സ് റെഫറലായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഡയറക്റ്റ് റെഫറൽ മാത്രമേ ആവുകയുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആർക്ക് റിഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 0.02 BTC ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 3 പേര് അയാൾക്ക് ജോയിൻ ആവുകയും 0.06 BTC കിട്ടുകയും 0.04 BTC അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പോവുകയും ചെയ്യും. ഓക്കെ. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഒരാളെ ചേർക്കുവാണെങ്കിൽ 0.007 BTC കിട്ടും. ഇപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടല്ലാതെ നിങ്ങൾ തന്നെ ഒരു 3 പേരെ ചേർത്തിട്ടുണ്ട് എങ്കിൽ ഓരോ ആൾക്കും 0.007 BTC വെച്ച് 3 പേർ കൂടെ 0.21 BTCയും പ്ലസ് 0.02 BTC. അതായത് ആദ്യത്തെ നിങ്ങൾ അണ്ടറിൽ 3 പേര് ജോയിൻ ആയി കഴിയുമ്പം 0.04 BTC എടുത്ത് അപ്ഗ്രേഡ് ആവുകയും ബാക്കി വരുന്ന 0.02 BTC നിങ്ങളുടെ വാളറ്റിലേക്ക് റിസീവ് ആവുകയും ചെയ്യും. സോ അതാണ് അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്, ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 0.04 BTC അപ്ഗ്രേഡ് ആയല്ലോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആരെങ്കിലും അടുത്തേക്കായിരിക്കും ഇത് ചെല്ലുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നമ്മുടെ അണ്ടറിലേക്കായിരിക്കത്തില്ല വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ ഡയറക്റ്റ് റിഫിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഓരോരുത്തരെയും കയ്യിൽ നമുക്ക് 0.007 BTC ലഭിക്കുകയും ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ ഒരുപാട് മെമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 0.04 BTC റിസീവ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ടോട്ടൽ നമുക്ക് റിസീവ് ആവുക 0.36 BTC റിസീവ് ആവുകയും അതിൽ നിന്ന് 0.02 BTC അപ്ഗ്രേഡ് ആയിട്ട് ബാക്കിയുള്ള ബാലൻസ് വാളറ്റ് വരും. അതുപോലെ ഏറ്റവും അവസാനത്തെ 3ാമത്തെ ലെവൽ എത്തുമ്പോഴത്തേന് നമുക്ക് 5.4 BTC നമ്മുടെ വാളറ്റിലേക്ക് വരും. ഓക്കെ, നിലവിൽ ഞാൻ 5.4 BTC നമ്മുടെ വാളറ്റിലേക്ക് വരും എന്ന് ഞാൻ തറപ്പിച്ച് വരുന്നില്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ എങ്ങനെ ആയാലും ആ 0.16 BTC നിങ്ങളുടെ വാളറ്റിലേക്ക് കിട്ടും. കാരണം ഇപ്പോൾ അധികം മെമ്പേഴ്സ് ആയിട്ടില്ല. കാരണം ഒരു 3000-5000 മെമ്പേഴ്സ് ആകുമ്പോഴത്തേന് നമ്മുടെ ലെവൽ ഫില്ലപ്പ് ആവും, 2ാമത്തെ ലെവൽ കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക, നെയിം, ഇമെയിൽ ID, ബിറ്റ്കോയിൻ വാളറ്റ് അഡ്രസ്സ്, ഏത് ബിറ്റ്കോയിൻ്റെ വാളറ്റിലേക്കാണോ റിസീവ് വേണ്ട ആ വാളറ്റ് അഡ്രസ്സ് ഇടുക. ഓക്കെ, അപ്പം അതിനുശേഷം രാജ്യം സെലക്ട് ചെയ്തിട്ട് സൈനപ്പ് കൊടുക്കുമ്പം നമുക്ക് അതിൻ്റെ ഇമെയിൽ IDയും പാസ്വേഡും മെയിലായിട്ട് കിട്ടും. ഓക്കെ, മെയിലിനകത്ത് കാണും. അതൊന്നെങ്കിൽ സ്പാമിനകത്ത് നോക്കുക, അല്ലെങ്കിൽ ഇൻബോക്സിൽ തന്നെ നോക്കുക, ഇൻബോക്സിൽ വരും. അപ്പം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ പ്രൂഫാണ് കാണിച്ചത്. ഞാൻ ആദ്യമേ ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കിട്ടിയ ഏർണിങ്സാണ് ഈ നേരത്തെ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചാറ്റ് എപ്പോഴും ഉണ്ട് കേട്ടോ. ചാറ്റ് നമുക്ക് നിങ്ങളൊന്ന് മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ചാറ്റിനകത്ത് എന്തെങ്കിലും മെസ്സേജ് ഇട്ടെങ്കിൽ അവർ റിപ്ലൈ വരും. അപ്പോൾ ഇതെനിക്ക് കിട്ടിയ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയ അപ്ലൈനറാണ്. ചിലപ്പം പുള്ളിക്കാരെ റിഫർ ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും ഞാൻ അയാളുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഞാൻ അയാൾക്ക് BTC കൊടുക്കുമ്പോൾ അയാൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോളൂ. ഞാൻ ഡൊണേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തില്ല കേട്ടോ, അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ അത്. ഓക്കെ, എൻ്റെ അതിനകത്ത് ഞാനിപ്പം ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ആദ്യമേ ഞാൻ സിമ്പിളായിട്ടൊരു പ്രോസസ്സ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റിനകത്ത് 0.02 BTC നിറച്ചിടുക. ഓക്കെ, ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം കോയിൻ പേയ്മെൻറ്റ്സിൻ്റെ വാളറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടുമെങ്കിലും അതിനകത്ത് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിനകത്ത്
ആദ്യമേ തന്നെ സിസ്റ്റത്തിനകത്ത് വെബ്സൈറ്റ് മുഖേന ലോഗിൻ ചെയ്തതിന് ശേഷം അതിനകത്ത് കിട്ടുന്ന QR കോഡ് വഴി മാത്രമേ നമുക്ക് മൊബൈലിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ ആദ്യമേ കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റിനകത്ത് 0.02 BTC നിറച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്കിതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെർച്ചൻ്റായിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് കോയിൻ പേയ്മെൻറ്റ്സിൻ്റെയാണ്. അതായത് ഇവർ ഉപയോഗിക്കുന്ന വാളറ്റ് കോയിൻ പേയ്മെൻറ്റ്സിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസാക്ഷൻ ഫീയും വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് കൺഫേം ആവുകയും ചെയ്യും. അതാണ് മറ്റൊരു ഏറ്റവും വലിയൊരു ഗുണം. ഓക്കെ, നിലവിൽ നിങ്ങൾക്ക് കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റ് അല്ല ഉപയോഗിക്കുന്നില്ല, യൂണോ കോയിനോ സെപ്പേയോ മറ്റേതെങ്കിലും വാളറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ യാതൊരു വിഷയമില്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫണ്ട്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഫണ്ട്സ് മാനേജ്മെൻറ്റിനകത്ത് ഡെപ്പോസിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ഫണ്ടിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം 0.02 BTC പേയ്മെൻറ്റ് മെത്തേഡ് കോയിൻ പേയ്മെൻറ്റ്സ്. ഓക്കെ, അതിനകത്തിന് അവർ ഉപയോഗിക്കുന്ന കോയിൻ പേയ്മെൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനകത്ത് ഡെപ്പോസിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, എനിക്കിപ്പം നിലവിൽ എനിക്ക് കറക്റ്റായിട്ട് ബാലൻസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഡെപ്പോസിറ്റിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ കോയിൻ പേയ്മെൻറ്റ്സ് വാളറ്റ് അല്ല ഉപയോഗിക്കുന്നെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഡെപ്പോസിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം കോയിൻ പേയ്മെൻറ്റ്സിൻ്റെ ഇതിനകത്ത് രജിസ്റ്റർ ഒരു ഇത് ചെല്ലുകയും അവരുടെ വെബ്സൈറ്റിലേക്ക് ചെല്ലുകയും. ഓക്കെ, നിലവിൽ ഞാൻ അപ്പുറത്ത് ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത്. അതല്ല എങ്കിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ഒരു അഡ്രസ്സ് മാത്രമായിരിക്കും വരിക. അപ്പം ഞാൻ എന്താ ചെയ്യുക, ആ അഡ്രസ്സിലേക്ക് ബിറ്റ്കോയിൻ 0.02 BTC അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ യൂണോ കോയിനോ സെപ്പയോ മറ്റേതെങ്കിലും വാളറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 0.02 BTC ആ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അതിനകത്ത് കൺഫേം ആകും. 2 കൺഫർമേഷൻ ആകുമ്പോഴത്തേനും നിങ്ങളുടെ എവിടാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനകത്തേക്ക് നമ്മുടെ പണം ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അത്തരം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനിപ്പം ഇതിനകത്ത് ഇപ്പം 11:03 നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. വളരെ പെട്ടെന്ന് തന്നെ ആവും. ഇത് ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. ഇത് പെട്ടെന്ന് തന്നെ, കാരണം ഡയറക്റ്റ് കോയിൻ പേയ്മെൻറ്റ്സ് ടു കോയിൻ പേയ്മെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. മോണറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് 100% ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇൻബോക്സ് ചെക്ക് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു. ഒരു 2-3 മിനിറ്റ് ടൈമെങ്കിലും എടുക്കും കേട്ടോ. നോ പേയ്മെൻറ്റ് സബ്മിറ്റഡ്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ വീഡിയോ ഒന്ന് പൗസ് ചെയ്യാം. 11. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് ഞാനപ്പം ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 3 മിനിറ്റ് എടുത്തു എനിക്ക് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഡെപ്പോസിറ്റ് സമ്മറി. ഓക്കെ, എന്തായാലും ഇതിനകത്തോട് സൈറ്റിനകത്തോട് ഡെപ്പോസിറ്റ് ആകാൻ ഒരു 2 മിനിറ്റ് കൂടി ഇനി എന്തായാലും എടുക്കും. ഓക്കെ, എന്തായാലും 2 മിനിറ്റ് കൂടി എടുക്കും. നോക്കാം. ഇവിടെ എന്തായാലും കംപ്ലീറ്റ് എന്ന് കാണിച്ച സ്ഥിതിക്ക് 2 മിനിറ്റേ എടുക്കത്തുള്ളൂ മാക്സിമം പോയാൽ. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വേണമെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ബിറ്റ് കോയിൻ തരുന്നതായിരിക്കും. നമ്മൾ ഏത് രീതിയിലുള്ള പേയ്മെൻറ്റും സ്വീകരിക്കുന്നതായിരിക്കും. പേടിഎമ്മിലേക്കോ അല്ല, നിങ്ങൾക്ക് പേടിഎം ഉപയോഗിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പേടിഎമ്മിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതാണ് ഞാൻ പറഞ്ഞില്ലേ 3 മിനിറ്റ് എടുത്തുള്ളൂ. എനിക്ക് 0.02 BTC റിസീവ് ആയി. അതിനുശേഷം ഞാൻ ഡൊണേറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. സൈറ്റ് ലോഡിംഗ് ആണ്. അതായത് ഞാനിപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്ന U584370 എന്ന് പറയുന്ന യൂസർ നെയിമിലുള്ള ആൾക്കാണ് ഞാൻ എൻ്റെ ഈ ബിറ്റ് കോയിൻ ഡെപ്പോസിറ്റ് അയാളിലേക്കാണ് ഈ 0.02 BTC ചെല്ലുക. ഇത് സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്കും നിങ്ങളുടെ ഈ യൂസർ നെയിമും ആരുടെയെങ്കിലും പുതുതായിട്ട് ജോയിൻ ആകുന്ന ആരുടെയെങ്കിലും കയ്യിൽ വരികയും അവർ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ തരികയും ചെയ്യും. എനിക്കിപ്പോൾ യൂസർ നെയിം വന്നിട്ടുണ്ട് U22 എന്നുള്ള. ഓക്കെ, എൻ്റെ ഓട്ടോമാറ്റഡ് അഡ്മിനാണ്. ഇതെൻ്റെ റിഫർ ലിങ്കാണ്. ഞാൻ റിഫർ ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്വന്തമായിട്ട് റിഫറിൽ ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആദ്യം തന്നെ എൻ്റെ ടീമിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഡൗൺലൈനേഴ്സ് വന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആദ്യം റിഫർ ചെയ്യുന്ന 3 പേര് നമ്മുടെ ഡൗൺലൈനർ ആവുകയും അവർ 0.02 BTC തരികയും. അത് കൂടാതെ 0.007 BTC വെച്ച് റിഫർ കമ്മീഷൻ കിട്ടും. അൺലിമിറ്റഡ് റിഫറിലാണ്. അതായത് നമുക്ക് ഓരോ റിഫറിനും കയ്യിൽ നിന്ന് 0.007 BTC നമ്മുടെ വാളറ്റിലേക്ക്
കിട്ടുകയും ചെയ്യും. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.